ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ പകൽക്കാലവും എല്ലാ കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും അഖില ലോകരക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ ശ്രീ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധവും പരിപാവനവുമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ ഒരു ടീമായി കടന്നു ചെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശം വിളിച്ചറിയിക്കുന്ന പുനലൂർ ഗോസ്പൽ ടീമാണ് പത്തനംതിട്ടയുടെ ഈ പ്രാന്തപ്രദേശത്തും കടന്നു വന്ന് സന്ദേശം അറിയിക്കുന്നത്. വിശുദ്ധ തിരുവഴുത്തിന്റെ ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് വ്യക്തമായിട്ട് ഇപ്രകാരം കാണുവാൻ കഴിയും: ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നുവെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങൾ വിവിധ ദേശങ്ങളിൽ കടന്നു ചെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ എതിരായിട്ട് ബോധവൽക്കരണം നടത്തുമ്പോൾ, അതുപോലെ തന്നെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിത്യരക്ഷയെ കുറിച്ചുള്ള സുവിശേഷ സന്ദേശം വിളിച്ചറിയിക്കുമ്പോൾ, ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ രക്ഷ വേണ്ട എന്ന് പറഞ്ഞ് സുവിശേഷ സന്ദേശത്തെ പിന്നിലേക്ക് തള്ളിക്കളയുന്ന അനേക മനുഷ്യരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് കാരണം അവർ പറയുന്നു, ഞങ്ങൾ പാപികളല്ല എന്ന്. മനുഷ്യർ പറയുന്നു ഞങ്ങൾ പാപികളല്ല എന്ന്. എന്നാൽ മാറ്റമില്ലാത്ത നിത്യ ദൈവത്തിന്റെ നിത്യവചനം വ്യക്തമായി ലോകമാനവരാശിയോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് വിശുദ്ധ തിരുവെടുത്ത് അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് മാനവരാശിയോട് വിളിച്ചു പറയുന്നു. ഈ സന്ദേശം വിളിച്ചറിയിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയോടല്ല, ഒരു മുസൽമാനോടല്ല, ഒരു ഹിന്ദുവിനോടല്ല, ഒരു യഹൂദനോടോ യവനനോടോ പാർസിയോടോ അല്ല, ലോക മാനവരാശിയോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സന്ദേശത്തെ വ്യക്തമായി വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. സകല മനുഷ്യരും പാപികളാണ്. എവിടെ നോക്കിയാലും അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എണ്ണിയാൽ തീരാത്ത നിലവാരത്തിൽ ആരാധനാലയങ്ങൾ ഇന്ന് കേരളത്തിൽ വിവിധയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആരാധനാലയങ്ങൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്? സകല മനുഷ്യരും അവരവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹാരയാഗമായി അർപ്പിക്കുവാൻ വേണ്ടി നരബലികളും യാഗങ്ങളും ഹോമങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തുവാൻ വേണ്ടി അവരവരുടെ ഹൃദയങ്ങൾക്കനുസരിച്ച്, അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ഇമ്പങ്ങൾക്കനുസരിച്ച് മോസ്കുകളും ചർച്ചുകളും അമ്പലങ്ങളും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി മനുഷ്യൻ വൃഥാ യത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ഈ ദേശനിവാസികളോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, കൈപ്പണിയായിരിക്കുന്ന മന്ദിരങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് തിരുവെടുത്ത് നമ്മോട് പ്രസ്താവിക്കുമ്പോൾ, നാം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും കമ്പി കൊണ്ടും സിമന്റ് കൊണ്ടും ഒക്കെ പണിതെടുക്കുന്ന ആലയങ്ങളുടെ ഉള്ളിൽ
ദൈവത്തെ കുടിയിരുത്തിക്കൊണ്ട് നാം ദൈവത്തോട് പാപപരിഹാര യാഗത്തിനു വേണ്ടി യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് എവിടെയും കാണുവാൻ കഴിയുന്നത്. സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവം സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച, സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചാക്കിയ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച് അതിൻ്റെതായ ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തെ മൺകോട്ടയ്ക്കുള്ളിൽ ഒതുക്കി നിർത്തുവാൻ വേണ്ടി ഇന്ന് പല മനുഷ്യരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, കൈപ്പണിയായിരിക്കുന്ന മന്ദിരങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന് വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും പള്ളികളിലോ മോസ്കുകളിലോ അമ്പലങ്ങളിലോ അല്ല ദൈവം വസിക്കുന്നത്. സാക്ഷാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് എവിടെയും ഒതുക്കി നിർത്തുവാൻ കഴിയത്തില്ല. പ്രപഞ്ചത്തിലുടനീളം വ്യാപരിച്ചിരിക്കുന്ന ദൈവം ഏതെങ്കിലും കണ്ണാടി ചില്ലുകുട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ഒതുക്കി വെക്കുവാൻ നമുക്ക് കഴിയുകയുമില്ല. ഇന്ന് നിങ്ങളെ തന്നെ ഈ പ്രഭാതത്തിൽ മാറ്റമില്ലാത്ത ഈ രക്ഷയുടെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പാതാരബന്ധങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ സകല പാപങ്ങൾക്കും മറുപടി തരുവാൻ, പരിഹാരമുണ്ടാക്കുവാൻ ആ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഞങ്ങളോടൊപ്പം ഇന്നിവിടെ അവൻ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വ്യക്തമായി വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോ തിരുവഴുത്ത് പറയുന്നത് ഒരു സംശയമില്ല, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപികളാണ്. സകല മനുഷ്യരും പാപികളാണ്. പാപിയായിരിക്കുന്ന മനുഷ്യൻ അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി നരബലിയും ഇടബലിയും ഒക്കെ നൽകി, യാഗങ്ങളും ഹോമങ്ങളും കാഴ്ചകളും നേർച്ചകളും ഒക്കെ നടത്തി, ആടിനെയും വെട്ടി, കോഴിയെ അറുത്ത്, കാളയെ വെട്ടി, ഇങ്ങനെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി സകല ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ പുണ്യപ്രവർത്തികളൊന്നും മാനവരാശിയെ അവന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നതല്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പ്രസ്താവിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4:12 വ്യക്തമായി ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് നമ്മോട് വിളിച്ചറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നാം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നമ്മുടെ പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ, പഞ്ഞി പോലെ മൃദുലമാക്കി മാറ്റുവാൻ കഴിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ താങ്കളുടെ പാപത്തിന് പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനുവേണ്ടി താങ്കൾ കിലോമീറ്ററുകൾ ചെരുപ്പിടാതെ നടക്കേണ്ട, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട, താങ്കൾ നേർച്ചകളും കാഴ്ചകളും കഴിക്കേണ്ട, താങ്കളുടെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്ത് താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്താമെന്ന് താങ്കൾ വിചാരിക്കേണ്ട. ഇതുകൊണ്ടൊന്നും താങ്കളുടെ പാപത്തിന് പരിഹാരം വരികയില്ല. താങ്കളെ രക്ഷിപ്പാൻ കഴിയുന്ന ഏക രക്ഷിതാവ് ഈ പകൽക്കാലം ശിഹാബുദ്ദീൻ വിളിച്ചു പറയുന്ന ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന ശ്രീ യേശു ക്രിസ്തു എന്ന ഏക രക്ഷിതാവ് മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, ഈ യേശു എന്ന രക്ഷിതാവ് അവൻ മണ്ണുകൊണ്ട് തന്റെ കരങ്ങളാൽ മനുഷ്യനെ നിർമ്മിച്ചത് ആ ദൈവത്തോട് അവൻ സംസാരിക്കുന്നതിന് വേണ്ടിയാ, ആ ദൈവത്തോടൊപ്പം ആ സഹവസിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിപ്പാനിടയായി തീർന്നത്. നോക്കിയാട്ടെ, ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും സകല ജീവജാലങ്ങളെയും സകലത്തെയും ഉണ്ടാകട്ടെ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ ലോകത്തെ മനുഷ്യനെ കൂടി സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഉണ്ടായത്. ആ മനുഷ്യനെ ദൈവം ഉളവാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല സൃഷ്ടിച്ചത്, മറിച്ച് തന്റെ കരങ്കുലികൾ കൊണ്ട് മണ്ണിൽ നിന്നും മനുഷ്യനെ ദൈവം മെനഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം തന്റെ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവൻ
ജീവനുള്ള ദേഹിയായി മാറി എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടൊപ്പം സഹവസിക്കുവാൻ വേണ്ടി വെയിലാറുമ്പോൾ ദൈവം ഏദൻ പർദീസയിൽ ഇറങ്ങി വന്ന് ആദമിനോടും ഹവയോടും സംസാരിച്ചുവെങ്കിൽ, സഹവസിച്ചുവെങ്കിൽ, ആ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശാപത്തിൻ കീഴിലായി, നിത്യമരണത്തിൻ കീഴിലായി മാറുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് സകല മനുഷ്യരും പാപികളാണ് എന്ന് തിരുവെഴുത്ത് വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഞങ്ങൾ പാപികളല്ല എന്ന് ഇന്ന് പകലിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവരോട് വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, പാപിയായിരിക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു കന്യകയായ മറിയയുടെ ഉദരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുക്കുവാൻ ഇടയായി തീർന്നു. ഒന്ന് ശ്രദ്ധിക്കണമേ, ലോകത്തിൽ ആരൊക്കെയോ ജനിച്ചിട്ടുണ്ട്, എത്രയോ ചരിത്ര പുരുഷന്മാർ ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്. പക്ഷേ യേശു ജനിച്ചതുപോലെ ജനിച്ച മറ്റൊരു ചരിത്ര പുരുഷനെയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. യേശു ജനിച്ചത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യ സ്ത്രീയിലേക്കല്ല. യേശു ജനിച്ചത് പിതാവാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കന്യകയായിരുന്ന പുരുഷൻ തൊടാത്ത മറിയയുടെ ഉദരത്തിൽ ജന്മമെടുക്കുവാൻ ഇടയായി തീർന്നു. ഇതുപോലെ ജനിച്ച വേറൊരു ചരിത്ര പുരുഷനെയും നാം ചരിത്രം എത്ര തിരിച്ചു മറിച്ചു പരിശോധിച്ചാലും കണ്ടെത്തുവാൻ കഴിയത്തില്ല. കാരണം യേശുവിന്റെ ജനനം തന്നെ വ്യത്യസ്തമായിരുന്നു. സകല മനുഷ്യരിൽ നിന്നും മനുഷ്യൻ ജനിക്കുമ്പോൾ യേശു ജനിച്ചത് ദൈവത്താൽ തന്നെയായിരുന്നു. യേശു പരിശുദ്ധനായി ഇവിടെ ജനിച്ചു. 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ അധിവസിച്ചുകൊണ്ട് മനുഷ്യനോ പിശാചിനോ ഒരു ന്യൂനതയും യേശുവിൽ കണ്ടെത്തുവാൻ കഴിയാതെ പരിശുദ്ധനായി ജീവിച്ച് പരിശുദ്ധനായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും വസിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നോക്കണമേ, നിങ്ങൾ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഗാധ സ്നേഹത്തിന്റെ ആ സ്നേഹം നിമിത്തം ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. മനുഷ്യനെ സ്നേഹിച്ചത് നിമിത്തമാണ് ഈ ഭൂമിയും സകല ചരാചരങ്ങളും ആകാശവും കോടാനുകോടി ഗാലക്സികളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ ദൈവം സൃഷ്ടിച്ചാക്കിയത് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ദൈവത്തിന്റെ പ്രകടനമായിരുന്നു. അത്രത്തോളം മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. പക്ഷേ മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച് ഏദൻ പറുദീസയിൽ വേല ചെയ്യുവാനും ഏദൻ പറുദീസ കാക്കുവാനും വേണ്ടി ആക്കി വെച്ചിട്ട് ആ മനുഷ്യനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് വ്യക്തമായിട്ട് തിരുവെഴുത്ത് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഈ വചനം ഏറ്റെടുക്കുവാതെ, ഈ ദൈവത്തിന്റെ കൽപ്പന ഏറ്റെടുക്കുവാതെ ആദ്യ മനുഷ്യരായിരുന്ന ആദമും ഹവ്വായും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, ദൈവം കൊടുത്ത കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഹവ്വ പാമ്പിന് ചെവി കൊടുത്തപ്പോൾ, ദൈവം കൽപ്പിച്ച കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഹവ്വ ദൈവത്തോട് തന്നെ മനഃപൂർവമായി പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യരായിരുന്ന ആദമും ഹവ്വയും അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ലജ്ജയുണ്ടായിട്ട് ദൈവം ഏദൻ പറുദീസയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ വൃക്ഷത്തിന്റെ മറവിൽ ഒളിക്കുവാൻ ഇടയായി തീർന്നു. ആദമേ, നീ എവിടെയെന്ന് ദൈവം ചോദിച്ചപ്പോൾ, ഞാൻ നഗ്നനാകൊണ്ട് വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തിലൂടെ ആദം പറയുവാൻ ഇടയായി തീർന്നു. ദൈവം ആദമിനോട് ചോദിച്ചു, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ കഴിച്ചോ എന്ന് ചോദിപ്പാൻ ഇടയായി തീർന്നു. കണ്ടോ, മരത്തിന്റെ പിന്നിൽ മറഞ്ഞിരുന്നപ്പോൾ തന്നെ, ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ദൈവം അവൻ വ്യക്തമായി മനസ്സിലാക്കി ആദം പാപം ചെയ്തു. അത് നിമിത്തം അവന്റെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തോട് ചേർന്ന് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നത് സകല മനുഷ്യരും പാപികളാണ് എന്നുള്ളതാണ്. സകല മനുഷ്യരും പാപത്തിന് കീഴിലാണ്. എന്നാൽ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ആദം പാപം ചെയ്തതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പാപികളാകുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആദ്യ മനുഷ്യരായിരിക്കുന്ന ആദമും ഹവ്വയിലൂടെയും പിറന്ന
സകല മാനവരാശികളും ആ പാപത്തിന്റെ അധീനതയും കീഴിലാണ് എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഒരുപക്ഷെ താങ്കൾ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ താങ്കൾ ആരുടെയും മോഷ്ടിച്ചിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ താങ്കൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ലായിരിക്കാം. ആമേൻ. അതുകൊണ്ട് താങ്കൾ പാപി അല്ല എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ താങ്കൾക്ക് തെറ്റിപ്പോയി. സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, യൗവനക്കാര, ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദേശനിവാസികളോട് വിളിച്ചു പറയുന്നത് സകല മനുഷ്യനും പാപികളാണെന്നാണ്. സകല മനുഷ്യനും പാപികളാണ്. ഈ പാപിയായിരിക്കുന്ന മനുഷ്യനെ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അതിന് പാപമില്ലാത്ത പരിശുദ്ധനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഭൂമിയിൽ അവതരിച്ച് അവയെ 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് ശുശ്രൂഷകൾ ചെയ്ത് കുരുടനെയും രോഗികളെയും എല്ലാം സൗഖ്യമാക്കി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് 33.5 തിരുവയസ്സിൽ കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് കടന്നുപോയത് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപിയല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് താൻ ദൈവമായിരിക്കെ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഒരു കന്യകയായ മറിയയുടെ ഉദരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്ത് ഈ താണ ഭൂമിയോളം ചെറുതായി യേശു എന്ന ലോകത്തിന്റെ രക്ഷിതാവ് താൻ ഇറങ്ങി വന്നത് മനുഷ്യനോടുള്ള ആ ദൈവത്തിന്റെ അഗാധ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. ഞാനും നിങ്ങളും പാപം ചെയ്ത മനുഷ്യരാണ്. എന്റെയോ നിങ്ങളുടെയോ പാപത്തിന് പരിഹാരമായിട്ട് എന്റെയോ നിങ്ങളുടെയോ മാതാപിതാക്കൾ എവിടെയെങ്കിലും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തതായിട്ട് നമുക്ക് പറയുവാൻ കഴിയുമോ? എന്റെ പാപത്തിന് പരിഹാരമായി എന്റെ ഭാര്യയോ എന്റെ മക്കളോ എന്റെ പാപത്തിന്റെ ശമ്പളം ഏറ്റെടുത്തതായിട്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? എന്നാൽ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച് കാൽവറി കൊലക്കളത്തിൽ 3 കാലിലും ബാണികളാൽ പച്ച പൈൻ മരക്കുരിശന്മേൽ തറയ്ക്കപ്പെട്ടവനായി സ്വന്തം തോളിൽ തലചായ്ച്ചുകൊണ്ട് ഇപ്പോൾ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് ലോകമാനവരാശിയെ രക്ഷിച്ചെടുത്ത ഒരു രക്ഷിതാവുണ്ട്. ആ ദൈവത്തിന്റെ നാമമാണ് ഇന്ന് പകലിലും ശിഹാബുദ്ദീൻ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു എന്ന നാമം. യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ അർത്ഥം യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ്. എന്തിൽ നിന്നുള്ള രക്ഷയാ? പാപത്തിൽ നിന്നുള്ള രക്ഷ. മനുഷ്യൻ പാപം ചെയ്ത് പാപിയായി മാറിയപ്പോൾ ആ പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയായ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച് അവന്റെ പാപത്തിന്റെ ശമ്പളമാകുന്ന ആ നിത്യമരണം തന്റെ ശിരസിൽ ഏറ്റെടുത്തുകൊണ്ട് റോമാ ഗവൺമെന്റിന്റെ ചാട്ടവരടിയേറ്റ് മുൾമുടി തലയിലേറ്റുകൊണ്ട് വിലാപ്പുറം കുന്തത്താൽ കുത്തി തുളയ്ക്കപ്പെട്ടവനായി റോമാ ഗവൺമെന്റിന്റെ ചാട്ടവരടിയേറ്റ് വീണുമെഴുന്നേറ്റും ഏകദേശം 150ഓളം കിലോ വരുന്ന പച്ച പൈൻ മരക്കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറിയത് ഇസ്ലാമിനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലായിരുന്നു, ഏതെങ്കിലും ക്രിസ്ത്യാനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലായിരുന്നു, ഏതെങ്കിലും ഹിന്ദു സമുദായത്തെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലായിരുന്നു, ഏതെങ്കിലും യഹൂദനെയോ യവനനെയോ രക്ഷിക്കുവാൻ വേണ്ടിയല്ലായിരുന്നു. ഞങ്ങൾ വിളിച്ചു പറയുന്നു സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവറിയുടെ കൊലക്കളത്തിൽ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത് കൊണ്ടായിരുന്നു. ഞാനും നിങ്ങളും പാപികളായിരുന്നപ്പോൾ പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിച്ച് സ്വന്തം ജീവനെ കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമാക്കി കൊടുത്ത് പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും മേടിച്ചെടുത്തത് ആ ദൈവത്തിന് മഹത്വം വരുത്തുവാൻ വേണ്ടിയായിരുന്നു, ആ ദൈവത്തോടൊപ്പം വസിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ നന്ദിയില്ലാത്ത മനുഷ്യൻ, നീചനായ മനുഷ്യൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ വിസ്മരിച്ചുകൊണ്ട് ദൈവത്തെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം കരങ്ങളാൽ ദൈവങ്ങളെ സൃഷ്ടിച്ച് ആ ദൈവങ്ങളെ ആരാധിക്കുന്ന നിലവാരത്തിലേക്ക് മാറി ദൈവത്തോട് തന്നെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാപത്തിന്റെ ശമ്പളമായി നോക്കിയാട്ടെ ലോകത്തിലെങ്ങും മഹാമാരികൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, എവിടെ നോക്കിയാലും അസ്വസ്ഥതകളും അസമാധാനങ്ങളും അക്രമങ്ങളും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം വ്യാപരിപ്പാൻ ഇടയായി തീർന്നു. സമ്പന്നനും ദരിദ്രനും വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും ഉയർന്നവനും ഉന്നതനും എല്ലാ അവസ്ഥയിലും ഉള്ളവർ ആ രോഗത്തിന് അടിമകളായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ആ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അതരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് യേശുവിനെ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് ദൈവവൈതലായി മാറുവാൻ, നിങ്ങളുടെ നിത്യതയെ ഉറപ്പിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി വിളിച്ചു പറയുന്നത് കൊണ്ട് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷ സന്ദേശവുമായി ദേശങ്ങൾ തോറും ജില്ലകൾ തോറും ശിഹാബുദ്ദീൻ ഈ ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ശിഹാബുദ്ദീൻ 24 വയസ്സ് വരെ ലോകത്തിന്റെ എല്ലാ അഴുക്ക് ചാലുകളിലും ജീവിച്ച് എല്ലാ പാപപ്രവൃത്തികളും ചെയ്ത് ജീവിച്ചിരുന്ന ശിഹാബുദ്ദീൻ 24ാമത്തെ വയസ്സിൽ ജീവിതത്തിന്റെ നിരാശ എന്നെ കയറി പിടിച്ചപ്പോൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടിയിരുന്നവനായി. എന്നാൽ ഇന്നും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ രക്ഷയുടെ സന്ദേശം ഘോഷിപ്പാൻ ദൈവം എന്നെ നിത്യജീവനിലേക്ക് കരം പിടിച്ചു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ശിഹാബുദ്ദീൻ വിളിച്ചു പറയുന്നത്, യേശു ക്രിസ്തുവിൽ സകല മനുഷ്യർക്കും നിത്യജീവൻ പ്രാധാന്യം ചെയ്തിരിക്കുകയാണ്. യേശു ക്രിസ്തു സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ശക്തനായ ദൈവമാണ്. ഒരുപക്ഷേ നിരാശയിൽപ്പെട്ട്, രോഗത്തിൽപ്പെട്ട്, കടഭാരത്തിൽപ്പെട്ട്, തലമുറയുടെ വിഷയങ്ങളിൽ ചൊല്ലി നിങ്ങൾ ഭാരപ്പെട്ട് ഒരുപക്ഷെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളാണ് ഈ പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു ലോകരക്ഷിതാവുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് നസ്രയത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന പേര്. ആ യേശുവിൽ വിശ്വസിക്കുമെങ്കിൽ നിത്യരക്ഷ ദൈവം അവകാശമാക്കി തരുവാനിടയായി തീരും. ഇതൊരു മതം മാറ്റമല്ല, ഇത് മനസ്സിന് മാറ്റം സംഭവിക്കുന്ന കാര്യമാണ്. ഒരു മുസൽമാനെ പിടിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരികയല്ല, ഒരു ഹിന്ദുവിനെ പിടിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുവല്ല. ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നതോ ഉയർത്തി കാണിക്കുന്നതോ ഒരു മതത്തിന്റെയും നാമധേയമല്ല. ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നത് ലോകരക്ഷിതാവായിരിക്കുന്ന ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് അസന്നിഗ്ധമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തു എന്ന മാർഗത്തെയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ മാർഗത്തിൽ നിങ്ങൾ കടന്നു വരിക, ഈ മാർഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. യേശുവിനെ രക്ഷിതാവും ദൈവമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ നിത്യത ഇന്ന് തന്നെ ഉറപ്പാക്കുവാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. മനുഷ്യൻ പാപിയാണ്. പാപിയായിരിക്കുന്ന മനുഷ്യന് പാപപരിഹാരം വരുത്തുവാൻ അവന്റെ ഒരു പുണ്യപ്രവൃത്തികൾക്കും കഴിയത്തില്ല. ലോകത്ത് മറ്റൊരു നാമധേയത്തിനും കഴിയത്തില്ല. കഴിയുന്ന ഒറ്റ നാമധേയമേ ഉള്ളൂ, നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് അടിവരയിട്ട് ലോകമാനവരാശിയോട് വിളിച്ചു പറയുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? യേശുവിനെ ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഒരവസരം നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ ഏത് പ്രതിസന്ധികൾക്കും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും മറുപടി തരാൻ കഴിയുന്ന, നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തു സൗജന്യമായി നിങ്ങൾക്ക് രക്ഷ വെച്ച് നീട്ടുകയാണ്. ചില്ലി പൈസ മുടക്കാതെ, ഒരിടത്തും നിങ്ങൾ യാഗമോ ഹോമമോ നേർച്ചയോ കാഴ്ചയോ കൊടുക്കാതെ, മൃഗങ്ങളെ വെട്ടാതെ, കോഴിയെ അറുക്കാതെ, നരബലിയും മൃഗബലിയും നടത്താതെ താങ്കൾക്ക് രക്ഷ സൗജന്യമായി ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിലുണ്ട്. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് ശിഹാബുദ്ദീൻ ഈ ദേശത്ത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിത്യരക്ഷയുടെ സന്ദേശവുമായി കടന്നു വന്നത്. യേശുവിൽ മാത്രമേ ലോകമാനവരാശിക്ക് രക്ഷയുള്ളൂ. താങ്കൾക്ക് വിശ്വസിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? ഏറ്റെടുക്കുവാനും തള്ളിക്കളയുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം താങ്കൾക്ക് നൽകിയിരിക്കുന്നു. ഏത് വേണമെന്ന് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. തള്ളിക്കളയുന്നവൻ നിത്യശിക്ഷാവിധിക്ക് അവകാശിയായി മാറുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നു. ഏറ്റെടുക്കുന്നവൻ നിത്യരക്ഷ പ്രാപിക്കുന്നവന്റെ കൂട്ടത്തിൽ ദൈവത്തോടൊപ്പം അവൻ എടുക്കപ്പെടുവാനിടയായി തീരും. താങ്കൾക്ക് ഏത് വേണമെന്ന് പ്രിയ സഹോദര, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ യൗവനക്കാര, താങ്കൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. ഏറ്റെടുക്കുക. ഞങ്ങളുടെ അനുഭവം വെച്ച് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നു, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ സകല മാനവരാശിക്കും രക്ഷയുണ്ട്. അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനും മാത്രമേ കഴിയുകയുള്ളൂ. നമ്മോട് തിരുവെഴുത്ത് വിളിച്ചു പറയുന്ന സത്യം ഇത് മാത്രമാണ്. താങ്കൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ താങ്കളുടെ നിത്യത ഇന്ന് തന്നെ ഉറപ്പാക്കപ്പെടും. ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്താട്ടെ. ഇവിടെ വാരിവിതറിയ വചനം നൂറുമേനിയായി താങ്കളുടെ ഹൃദയങ്ങളിൽ വിളയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തവും അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുന്നു. ഏറ്റെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഏറ്റെടുത്താട്ടെ. ഞങ്ങളുടെ കൂടെയുള്ള ദൈവഭക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രിയ ദൈവമേ, ഈ കേട്ട വചന സന്ദേശം ജീവിതത്തിൽ മാനസാന്തരത്തിനും ഗൃഹമാന്തരത്തിനും മുഖാന്തരമാക്കി ദൈവം മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഞങ്ങൾ ഈ വിതച്ച വചനം അനേകരുടെ ജീവിതത്തിൽ വരുന്ന ആളുകളിൽ അനുഗ്രഹത്തിനും അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിനും കാരണമാക്കി സ്വർഗം തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിച്ച ദൈവദാസനെ അനുഗ്രഹിക്കണം. കേട്ട ഈ വചനം കേട്ട ഓരോ ജനത്തെയും ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം. ദൈവനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. ദേശമേ, നിന്റെ ദൈവത്തെ നിഴൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ഇതുവരെയും ഞങ്ങളെ കേട്ട എല്ലാ നല്ലവരായ ദേശനിവാസികളെയും ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുവാൻ അവസരം നൽകിയ വാത്സല്യ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഈ തരുണത്തിൽ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.